വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി എടുക്കുവാണ് നമ്മൾ പതിവ്. സ്മാർട്ട് പോയിന്റിലാട്ടോ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. ഇവിടെ ഭരണിക്കാവിലുണ്ട്, പിന്നെ കരുനാഗപ്പള്ളിയിലുണ്ട്. കൂടുതലും ഭരണിക്കാവിൽ തന്നെയാട്ടോ പോണേ. പിള്ളേർക്ക് സ്നാക്സിന് വേണ്ടത് പച്ചക്കറി തുടങ്ങിയ എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുക്കണേ. എന്നെ സഹായിക്കുമെന്നും പറഞ്ഞ് വന്നിരിക്കണത് വേറൊന്നുമല്ല, ഇത് എവിടെയൊക്കെ എന്തൊക്കെ എടുത്തു വെച്ചേക്കണേന്ന് ന്യൂട്രൽ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഈ സ്നാക്സ് ഒത്തിരി ഞാൻ കൊടുക്കത്തില്ല, 1-2 വീതം പലതിൽ എടുത്ത് കൊടുക്കും കേട്ടോ. ഇതുകൂടാണ്ട് ഫ്രൂട്ട്സും കൊടുത്തു വിടുവേ. ഫ്രൂട്ട്സ് കൊടുത്തു വിടുന്ന ദിവസം അത് മാത്രം കേട്ടോ, അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെയാണേ. ഗ്രോസറീസ് എല്ലാം നമ്മൾ 2 മാസത്തെ ബഡ്ജറ്റ് ഇട്ടാട്ടോ മേടിക്കണത്. ചിലതൊക്കെ അതിന് മുമ്പേ തീരും, ചില സാധനങ്ങളൊക്കെ അതിന് 2 മാസത്തിൽ കൂടുതലും നിൽക്കും. തീർന്ന സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ച് ഫില്ല് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ക്യാമറ ഓണാക്കി വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കോടെ വന്ന് ശിവാനി ഓരോരോ ഡയലോഗും പറഞ്ഞ് ഡാൻസും കളിക്കും. സാമ്പാർ പരിപ്പ്, ഗ്രീൻ പീസ്, സോയാബീന്, പിന്നെ ചെറുപയർ പരിപ്പ്, അതിനൊക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ചിലവ് കൂടുതലാട്ടോ. അതുകൂടാതെ ബിരിയാണി റൈസ് 1-1.5 കിലോ ഞാൻ മേടിച്ച് വയ്ക്കുവേ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മുട്ട ബിരിയാണിക്ക് ഫാൻസ് കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കി തരാൻ പറയും. പിന്നെ പാക്കറ്റ് പൊട്ടിച്ച് കുപ്പിയിലാക്കി വെക്കുന്ന സാധനങ്ങളുടെ അടിയിൽ ഞാനൊരു പേപ്പറിൽ ഒട്ടിച്ച് വയ്ക്കാം, എൻ്റെ എക്സ്പയറി ഡേറ്റ് അറിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. സ്മാർട്ടിൽ ഓഫറുള്ള ദിവസം പോയി നോക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിനും സ്നാക്സിനൊക്കെ നല്ല ഓഫറിൽ നമുക്ക് മേടിക്കാം കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ വെജിറ്റബിൾസ് നല്ല ഫ്രഷാണേ. നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ചിലവ് കുറവുള്ള അരിക്ക. ഇത്രയും നാൾ ഞങ്ങൾ കുത്തരിയായിരുന്നു കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ 1-1.5 മാസം ആവാറായിട്ടുള്ളൂ നമ്മൾ ഈ വൈറ്റ് റൈസിലേക്ക് വീണ്ടും തിരിഞ്ഞിട്ട്. പിന്നെ പഞ്ചസാര എല്ലാ മാസവും നമ്മൾ 5 കിലോ മേടിക്കും. 5 കിലോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് കേക്കിൻ്റെ ഓർഡർ ഉള്ളതനുസരിച്ച് പഞ്ചസാരയ്ക്ക് നല്ല ചിലവാണ് നമ്മുടെ വീട്ടിൽ. അരി പോലെ തന്നെ ഏറ്റവും ചിലവ് കുറവുള്ളതാണ് നമ്മുടെ വീട്ടിൽ തേയിലയ്ക്ക്. തേയില അങ്ങനെ വല്ലപ്പോഴും വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് കാരണം തേയിലയ്ക്കും അധികം ചിലവില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം പാത്രങ്ങൾ ഒതുക്കി വെച്ച ശേഷം നല്ല ജോലിയായിരുന്നു അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്യൽ.